ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ ഞാൻ തപ്പി കണ്ടുപിടിച്ചത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വളരെ മോശം. ഈ ചോദിക്കുന്ന ചോദ്യമല്ല നമ്മളെ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുവിടെ എത്തിയിട്ട് നേരെ അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ചിട്ട് 2 പെഗിന് ക്യാഷ് അയച്ചിട്ട് നോക്കി പെഗ് അടിക്കാൻ പോയി ഡയറി ചൂസ് ചെയ്തല്ലേ വിളിച്ചു ചോദിക്കും. നാളെ രാവിലെ വരെ എടുക്കുവോ? ആ എടുക്കൂടാ പോടാ. മേഘ ചേച്ചി പറഞ്ഞു കേട്ടോ, നീ ബിജോയ്ക്ക് തലയ്ക്ക് വെളിവില്ല. കുഴപ്പമില്ല, ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലാണ്. എന്തിനാണോ പറയട്ടെ, തീന്നല്ല പ്രശ്നം. അമ്മ ഹലോ, ഐ ലവ് യു. എന്തരാമ ഞാൻ ഇന്ന് കണ്ടിരുന്നാലും കട്ട കമ്പനിയാണ്. പക്ഷെ എനിക്ക് ഇവന്മാരെല്ലാം പറയടേ അങ്ങനെ അങ്ങോട്ട് തലേ വയ്ക്കില്ല ആരെയും. പക്ഷെ എനിക്ക് പണി അങ്ങനെ ലൈഫിൽ തന്നെ. ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അമ്മയ്ക്ക് എന്ത് വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചോദിച്ചു വിടറാ. ചോദിച്ചു വാങ്ങിക്കൊടുക്കണതിന്റെ ത്രില്ല് കൊള്ളൂല. എന്നാ അറിഞ്ഞു കൊടുക്കണ്ടേ? അതറിയണം. ഓക്കെ അതറിഞ്ഞൂടാ. എവിടാ? 2 പെഗ് അടിക്കാൻ പോവാണ്. പൈസ അയച്ചു. വൈബ് വൈഫാ. ഡാൻസ് കളിക്കുന്ന വീഡിയോയിലെ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ പേജുകാർ അതിൽ ഒരുമാതിരി വൃത്തിയോടൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മളത് ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് ഓരോരുത്തർ സ്ക്രീൻഷോട്ട് ചേട്ടാ ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറയും. അപ്പം അത് നമുക്ക് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോയാൽ അത് പോയിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു പീക്ക് ലെവൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയമാണെങ്കിൽ അത് ഇടുന്നവനെല്ലാം നല്ലൊരു പണി ഞാൻ കൊടുക്കും. അപ്പൊ ഇനി നമ്മളെ അടുത്തത് ഒരു സെഗ്മെന്റിലോട്ട് പോവാം. നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം. പക്ഷെ ട്രൂത്ത് ഓർ ഡെയർ ഒന്നും അങ്ങനെ ഡയറക്റ്റ് ചോദിക്കൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് സാധാ നോർമൽ GK ക്വസ്റ്റ്യൻസ് ചോദിക്കും. നോർമൽ GK ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ GKയിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മാത്രം ട്രൂത്ത് ഓർ ഡെയർ. എനിക്ക് ഈ ഗെയിം അറിഞ്ഞൂടാ, അതാണ് ഞാൻ അല്ല ഇവിടെ നിന്ന് തുടങ്ങാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ഏത് കുഞ്ഞു കുട്ടിക്കും അറിയും. ഞാൻ കളിക്കില്ല. ചോദിക്കട്ടെ, കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, പറ. ഒരു പുഷ്പം പറ ഏതെങ്കിലും. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, എടുത്തു കൊടുക്കാം. ഏതെങ്കിലും പുഷ്പം പറ. ശംഖുപുഷ്പം. പുഷ്പം അല്ല, ആർക്കെങ്കിലും അറിയോ? താമര. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ശംഖുപുഷ്പം. നമ്മള് കണി വെക്കാനൊക്കെ ചൂസ് ചെയ്തോ? ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്തോ? ഇന്നെടുത്ത് കാണിക്കും ഇൻസ്റ്റഗ്രാമിൽ നിന്റെ ഗേൾസിന്റെ ചാറ്റ്. അത് ഡെയർ അല്ലേ? അവനറിയില്ലല്ലോ, നീ എങ്ങനെ പറഞ്ഞു കൊടുത്തേ? എടുക്കാൻ പറ്റൂലേ? ഞാൻ കാണിച്ചു തരാം. എനിക്ക് അവൻ വിഷയമൊന്നുമില്ല, അവന്റെ ഒളിപ്പിക്കാനായിട്ടൊന്നുമില്ല. ഞാൻ അവനെങ്ങനെയൊക്കെ പറ്റിക്കാൻ നശിപ്പിക്കാൻ അവനത് പറഞ്ഞു കുത്തിലൊന്ന് ഡിലീറ്റ് അവൻ കാണിക്കൂട്ടോ. ആരുമില്ല. ഫസ്റ്റ് തന്നെ ബിജോയ് കിടപ്പുണ്ട്, സെക്കൻഡ് സച്ചി ചേട്ടായി, പിന്നെ എൻ്റെ കൂട്ടുകാരന്മാർ ആകാശ് ചേട്ടായി. അങ്ങനെ കൂട്ടുകാരന്മാര് മാത്രമേ ഉള്ളൂ. കൂട്ടുകാരത്തികളില്ല. ഇല്ല. ഇതാ എൻ്റെ അമ്മ, വിസ്മയ ചേച്ചി. അമ്മയ്ക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ടോ? മേഘ ചേച്ചി. അമ്മ റീൽസ് ചെയ്യോ? പിന്നെ നോക്കിയ പാവല്ലേ ഫസ്റ്റത്തേതായിട്ട് അവന് വിട്ടു. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിന്നോട് ചോദിക്കാം. ഇതേപോലെ തന്നെ സിമ്പിൾസ് ആണ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? അതെങ്ങനെയാ തരാ? മൃഗം അല്ല. പിന്നെ അറിയോ? ഇതൊക്കെ പാസ് ചെയ്തോ? പാസ്. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് GK ക്വസ്റ്റ്യൻസ് ഒന്നും ഒറ്റമേന പാസ് അറിയാം. ഓക്കെ. അപ്പോ ഇത് നീ പറയണ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് അറിയില്ലെങ്കിൽ നീ കേരളത്തിലുള്ള ആളല്ല. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാ? ഇതറിയില്ലെങ്കിൽ നീ കേരളത്തിലുള്ള ആളല്ല കേട്ടോ.
എന്തോ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? അതിന് ആദ്യം ഔദ്യോഗികം എന്താണെന്ന് പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. തേപ്പാടെ ശശി ചേട്ടാ ക്ലൂവോ? ഓണത്തിനിടയിൽ ഇത് നമ്മള് കുക്ക് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അതിന്റെ ഒരു സംഭവമാണ്, കായയാണ്. കുക്ക് ചെയ്യാൻ പറ്റുന്ന കായ. ഇതിന്റെ ഒരു കായ കുക്ക് ചെയ്യാൻ ഏറ്റവും ഉപയോഗിക്കുക ഏത്തക്കായാണോടാ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റത്തിലും നമ്മൾ കുക്ക് ചെയ്യാൻ ഇതിന്റെ കായ കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വേറൊരു ക്ലൂ. നീ ഇന്റർവ്യൂ കഴിഞ്ഞ് നാളെ ഒരു ക്ലൂ കൂടെ എടാ, ഇതിന് എന്താ പറയാ, ഇതിന്റെ പേരില് പാട്ടൊക്കെ ഉണ്ട്. പിന്നെ കായ പാട്ട് കേട്ട ഇതിന് കായൊക്കെയാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. പാട്ട് അങ്ങനെ കയറി കയറി പോകുന്ന ഒരു സാധനമാണ് തെങ്ങ്. കിട്ടി. ഓക്കെ, നിങ്ങളോടാട്ടോ. അതിന്റെ കായ എങ്ങനെയായിട്ട് തോരനൊക്കെ വെക്കണേ? എടാ തെങ്ങിന്റെ കായാണല്ലോ തേങ്ങ. തേങ്ങയിൽ നിന്നാണല്ലോ വെളിച്ചെണ്ണ കൊണ്ടാണല്ലോ അധികം ഐറ്റംസും കുക്ക് ചെയ്യുന്നത്. അത് പക്ഷെ നമ്മള് തോരൻ അതല്ലല്ലോ ഉണ്ടാക്കണത്, അത് ഓയിലല്ലേ. ഒന്നുമില്ലടാ. അത് തന്നെ ചമ്മന്തി, മീൻകറി അതിനൊക്കെ അരച്ചാണ് നമ്മള് ചേർക്കണം. അല്ല ഈ ചേച്ചി പറഞ്ഞ അതിനെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആ കാ കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവം. ഓക്കെ, അടുത്ത് നിങ്ങളോടാട്ടോ. ആർക്ക് വേണമെങ്കിലും ഉത്തരം അറിയുന്ന ആൾ ഫസ്റ്റ് കൈ വയ്ക്കാൻ മതിട്ടോ. നിങ്ങളില് ഇന്ത്യയില് ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി സെലിബ്രിറ്റി ആരാ? മലയാളി. ഇന്ത്യയിലുള്ള ഇൻസ്റ്റഗ്രാമില് ഇന്ത്യയില് ഉണ്ടല്ലടാ, അവര് പറയട്ടെ. ഇൻസ്റ്റഗ്രാമില് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി സെലിബ്രിറ്റി. മലയാള സെലിബ്രിറ്റി മേ ബി അബു സലിം. അല്ല, ആക്ട്രസ് അല്ല, ആക്ടറാണ്. കേരളത്തിലുള്ളല്ലേ? കേരളത്തിലാണ് ചോദിച്ചത്. മലയാളി സെലിബ്രിറ്റി അല്ലേ? ഫീമെയിൽ ആണോ മെയിൽ ആണോ? മെയിലാണ്. ഓൾറെഡി പറഞ്ഞു. ആക്ടറാണ്. ഞാൻ പറഞ്ഞല്ലോ അന്നൊരു കാര്യം ചോദിക്കട്ടെ, കുറച്ച് മുന്നത്തെ ഒരു സംഭവമാണ്. അതായത് മലയാളത്തിൽ ഏറ്റവും അധികം ട്രെൻഡ് ആയിട്ടുള്ള ഒരു വൈറൽ ഡാൻസ് ഉണ്ട്, ഒരു ഡാൻസ് വീഡിയോ. അതേതാണ്? ഭയങ്കര ട്രെൻഡ് ആയിരുന്നു ആ സമയത്ത് ആ ഒരു വീഡിയോ ഡാൻസ്. മൊത്തത്തിൽ യൂട്യൂബ് ആണെങ്കിലും കുറച്ച് കാലം അല്ലല്ല, കുറച്ച് പഴയൊരു വീഡിയോ ആണ്. പക്ഷെ ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. ആ ഒരു വീഡിയോ എന്താ പറയാ, നമ്മുടെ പാരന്റ്സിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ആ സോങ്. അതിൽ എവിടെ ഒരു ഡാൻസ് വീഡിയോ അതില് ഡാൻസ് ചെയ്യുമല്ലോ അമ്മയായിട്ട്. അതിപ്പോ എന്താ പറയാ, മോഹൻലാലിന്റെ ഒരു മൂവിത്തെ മനസ്സിലായി. അത് ഭയങ്കര വൈറലായിരുന്നു ആ പാട്ട്, അതറിയോ? നോക്കി ഇവന്റെ അടുത്ത്, നിങ്ങളൊക്കെ പണ്ട് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ പിള്ളേരല്ലേ, എനിക്ക് രണ്ടാൾക്ക് ആർക്കല്ല ഉത്തരം പറയാം. അതായത് കേരളത്തിൽ ആദ്യത്തെ 100% ഡിജിറ്റൽ പഞ്ചായത്ത് ഏതാണ്? അല്ലെങ്കിൽ അത് ഏത് ജില്ലയിലുള്ള ഒരു പഞ്ചായത്താന്ന് പറഞ്ഞാൽ ഏത് ജില്ലയിലാന്ന് പറഞ്ഞാൽ മതി. വിജയ് തിരുവനന്തപുരം. അല്ലടാ, ഓപ്ഷൻസ്. അപ്പൊ ഇപ്പൊ തിരുവനന്തപുരം പറയത്തില്ലല്ലോ. കണ്ണൂര്, കാസർഗോഡ്, എറണാകുളം, മലപ്പുറം. കാസർഗോഡ്. നീ പറ. എറണാകുളം. ഒരു ഉത്തരെങ്കിലും ശരിയാക്കണ, ഒരു കൈ കൊടുക്കണ അവന്. നമ്മളൊക്കെ പഠിച്ച് പഠിപ്പികളായത് കറക്കി കുത്തിയതാവൻ. ഓക്കെ, അതായത് എറണാകുളം ജില്ലയില് ഏളല്ലൂരിലുള്ള ആവോള ഗ്രാമപഞ്ചായത്താണ് ശരിക്കും 100% കേട്ടോ. പാവങ്ങൾ. ഓക്കെ, എന്നിട്ട് അവനത് പറഞ്ഞില്ലേ? അന്നൊരു കാര്യം ചോദിക്കാം.
ഞാൻ തപ്പി കണ്ടുപിടിച്ചത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വളരെ മോശം. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാ. അറിയോ പിടിച്ചിരുത്തി ചോദിച്ചാൽ കറക്റ്റാ പറയും. നീ ഇവരല്ലേ PSC എന്തോ പഠിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിരുന്നേ. ഇതിന്റെ പഠിക്കാൻ ഞാൻ +2 കഴിഞ്ഞ് ട്രേഡിംഗ് പഠിക്കാൻ പോണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തോ IAS IPS എന്തോ ഒക്കെ ട്രൈ ചെയ്തു. അത് ഇനിഷ്യലി വിജയ് IPS, ഇന്ദ്രൻസ് പക്കു. ഈ വർഷം നമ്മള് കേരളം എന്ന് പറയുന്നത് സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ. ഇതൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കും, ഇത് മലയാളത്തിൽ കുറെ നമുക്കറിയാമോ? ഇംഗ്ലീഷ് മീഡിയം ആണോടാ? അത് പറഞ്ഞൂടാ, ചുമ്മാ ഷോ. ഞാൻ രണ്ടും പഠിച്ചിട്ടുണ്ട്. ആണോ? ഇന്ന് ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചാൽ മതി കേട്ടോ. ഞാൻ അല്പം കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുമ്പോഴേ ഇംഗ്ലീഷ് സംസാരിക്കും. എടാ അപ്പൊ നിങ്ങളൊന്നും സ്റ്റാൻഡേർഡ് ഇല്ലാന്ന് ഇത്രയും നേരം പുകഴ്ത്തി പറഞ്ഞപ്പോ പറയാം എന്റെ കൂടെ സ്റ്റാൻഡേർഡ് ഉള്ളവരില്ല. എന്തുവാടാ? 10 മിനിറ്റ് കൂട്ടി കിട്ടും ഇവന്റെ ഈ സംസാരം എടുത്താ. വേറെ ഓക്കെ. കേരളത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സാക്ഷരത നേടിയ സംസ്ഥാനമായത് എപ്പോൾ? അല്ല, 1990 മുകളിലാണ്, 95 താഴെയാണ്. 95 താഴെയാണോ? 90 മുകളിൽ 95 താഴെ. ഇതില് നിങ്ങളൊക്കെ പറഞ്ഞല്ലേ? പറ ഉത്തരം പറ. 93-ലായിരിക്കും. 92 അല്ല, 93-ല്. ഇനി ഒരൊറ്റ ചാൻസും കൂടെ ഉള്ളൂ കേട്ടോ. അതിന് 2ന്റെ 2-3 അപ്പൊ 94. അല്ലടാ. 91. അതിനിപ്പോ എന്താ ഓപ്ഷന്? നിങ്ങൾ എന്നോട് ട്രൂത്ത് ഡെയർ ചോദിക്കാം. ചൂസ് ചെയ്യും ട്രൂത്ത് ഓർ ഡെയർ. തെറ്റി പറഞ്ഞു. എന്താടാ അങ്ങക്കാർക്കും ഡെയർ വേണ്ടേ? പണിയെടുക്കാൻ ഈ ചോദിക്കുന്ന ചോദ്യമല്ല നമ്മളെ വിളിച്ചുകൂടെ ഇരുത്തിയിട്ട് PSC ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ശരിയല്ല. ട്രൂത്ത് ആണല്ലോ. ഞാൻ നിങ്ങൾ ഡയറൊക്കെ ചൂസ് ചെയ്യുന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ ഭയങ്കര ധൈര്യശാലികളാണെന്നൊക്കെ വിചാരിച്ചു ഡയറൊക്കെ സെറ്റ് ചെയ്തിട്ട്. ട്രൂത്ത് ആണല്ലേ? കണ്ട പെമ്പിള്ളേരെ വിളിച്ച് ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞത്. ഒക്കെ ഞാൻ പറയും. അതായത് ട്രൂത്ത് ആണല്ലേ? എന്നാ സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നത് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കോസ്റ്റ് എത്രയാന്ന് പറ. 3K. 3000 അത്ര ഉണ്ടല്ലേ? ഓരോന്ന് പറയുന്നത് എത്ര 3000 കണക്കാവുണ്ടോ നോക്കാം. ഇതൊരു 1500. ആ റേറ്റ് തന്നെ 1500 400 3K തന്നെ. ശരിക്കും നിങ്ങളുടെ ഔട്ട്ഫിറ്റ് ഒക്കെ ആരാ സെലക്ട് ചെയ്യുക? നിങ്ങൾ തന്നെയാണോ? നമ്മള് തന്നെ നമുക്ക് പ്രത്യേകിച്ച് സെലക്ട് ചെയ്യാൻ വൈഫ് എടുത്തിട്ടില്ല ചേട്ടാ ഇതിട്ടോന്ന് പറയില്ല? അതുണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് കൊള്ളാമോ അല്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അമ്മയും ഇല്ല വൈഫും ഇല്ല. നിനക്ക് അമ്മയില്ലടാ. അമ്മ എടുത്ത് തരൂലെന്നാണ് ഉദ്ദേശിച്ച, അമ്മയില്ലെന്നല്ല. നീ എന്ന് അമ്മയെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയത് നീ പറ. നീ അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടോടാ? ഓ പിന്നെ എന്ത് മദേഴ്സ് ഡേ എന്ത് മിഠായി വാങ്ങിക്കൊടുത്ത നീ? അത് എന്ത് മഞ്ചാണ്. നെസ്ലേയുടെ ഒരു മുട്ടായി. ആരെങ്കിലും പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്താണോ നീ? ഇല്ല, ചുമ്മാ ഇരുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. നീ വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ അമ്മയ്ക്ക്? പിന്നെ എന്ത്? എന്റെ ഓർമ്മക്ക് ഈ സിബ ടീച്ചർമാരെ കൊണ്ട് വഴക്ക് വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയാണോ മോനെ വളർത്തുന്നത്? അമ്മയ്ക്ക് ഞാൻ കൊട്ടക്കണക്കിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ചീത്തക്കാണ്. ആണോടാ? ഞാൻ അങ്ങനെ മാറ്റി കൊടുത്തിട്ടില്ല. അമ്മയ്ക്ക് എന്തൊരു ആവശ്യമുണ്ടോ അമ്മ വാങ്ങിക്കും. എന്ത് ചീത്തയോ? ഞാൻ ചീത്തൊന്നും വാങ്ങിക്കൊടുത്തില്ല. അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അമ്മ തന്നെ വാങ്ങിക്കോളൂ. അമ്മയ്ക്ക് അങ്ങനെ അതിന്റെ ഒന്നും വേണമെന്നൊന്നും പറയില്ല. അമ്മയ്ക്ക് എന്തൊരു വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചു വിടറാ. ചോദിച്ച് വാങ്ങിക്കൊടുക്കണതിന്റെ ത്രില്ല് കൊള്ളൂല. എന്നാ അറിഞ്ഞു കൊടുക്കണ്ടേ? അതറിയണം. ഓക്കെ അതറിഞ്ഞും കൂടാ. ഓക്കെ, നിങ്ങൾ എല്ലാരും സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ? എന്നാ നീ പറ, മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാ? മലയാളത്തിൽ നീ സിനിമാ നടനാണ് കേട്ടോ. സിനിമ ഏത് മൂവിയായിരുന്നു? ബന്ധുമിത്രാദി. വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അതുപോലെ ഞാൻ അടുത്ത മൂവിയൊക്കെ മറ്റേ ദുൽഖറിന്റെ അല്ല പൃഥ്വിരാജിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച വ്യക്തിയാണ്. പൃഥ്വിയുടെ കൂടെ ഒക്കെ അഭിനയിക്കുന്ന പയ്യനാ. എന്നിട്ട് സിനിമയെ കുറിച്ചിട്ട് ഫസ്റ്റ് സിനിമ ആദ്യത്തെ മലയാള സിനിമ പളനി. പളനിയാ? എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ അച്ഛന്റെ പേരിലുണ്ടോ അത്? ആ സിനിമയുടെ പേര് ഉണ്ട്. അച്ഛന്റെ പേരെന്താ? കുമാരൻ നല്ലതാണോ? ബാലുവാ? എടാ അതല്ല, അതല്ല, അത് മാറിപ്പറയല്ലേ. മീനിന്റെ പേരാണോ? കുമാരൻ ലാസ്റ്റ് ഉണ്ട്. അല്ല അത് പറയില്ല അത് അത്രയ്ക്കുള്ള. ഇല്ല എനിക്കറിയാം. നീ പറ, നിനക്ക് പറഞ്ഞൂടെ? ഞാൻ ചെമ്മീനെന്ന് പറയാൻ ഇത് കോസ്റ്റ്. എടാ സിനിമ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അറിയണതൊക്കെ. പിന്നെ നിങ്ങറിയോ? അതപ്പോ ഞാൻ കുമാരൻ എന്ന് പറഞ്ഞോണ്ടല്ലേ. അല്ല അത് മാറി ശബ്ദ ചലച്ചിത്രമാണ് ബാല. ആ അതടുത്ത ക്വസ്റ്റ്യൻ പറയാൻ പറ്റിയില്ല. വിട്ട് അതൊന്ന് പൊത്തി പറഞ്ഞു തരരുത്.
എന്നാ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റിനോട് കൂടിയിട്ട് നമുക്ക് നിർത്താം. പോടാ. ഇത് കഴിഞ്ഞ് ചേച്ചിക്ക് നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുക്കാം. ആടാ. കേരളത്തിൽ നിന്നുള്ള ഓസ്കാർ നോമിനേഷൻ കിട്ടിയ ആദ്യത്തെ ചിത്രം. കേരളത്തിൽ നിന്ന് തുടരും. ഓസ്കാറിന് എപ്പോഴാണ് ചിരിച്ചിരില്ലേ പുഴുക്ക് ഞാൻ കേരളത്തിൽ നിന്നും ഓസ്കാർ നോമിനേഷൻ കിട്ടിയ ആദ്യ ചിത്രം മാസ്കോയോ? അതേത് പടം? ഞാൻ പറഞ്ഞ മാർക്കോ. ആ മാർക്കോ ആദ്യ ചിത്രം. ഓസ്കാർ നോമിനേഷൻ കേട്ടോ, നോമിനേഷൻ കിട്ടിയ ആദ്യ ചിത്രം. എന്റെ പടം വ്യസന സമയത്ത്. ഞാൻ പറയട്ടാ, മറ്റേത് പൃഥ്വിരാജിന്റെ കൂടെ ആട് ജീവി അല്ല, അല്ലേ? ഓസ്കാർ കിട്ടി. കൊറേ പഴയ മൂവിയാ. ആര് വാക്കും പഠിച്ചു ഒരു കറക്റ്റ് വർഷം എന്ന് പറഞ്ഞുതരാൻ പറ്റില്ല. കുറച്ച് ആരുടെ മൂവിയാന്ന് പറഞ്ഞുതരാം. മോഹൻലാലിന്റെ മൂവിയാ. മറ്റേ പാട്ടുകളെ കണ്ണീർ പൂവിന്റെ കവിളിൽ തന്മാത്രയാണോ? അല്ല, അതിലേക്ക് മുമ്പുള്ള മൂവിയാ. അതിലും മുമ്പുള്ള ഇത് നിങ്ങൾ എന്തായാലും ഡയറി ചൂസ് ചെയ്യണം കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇത്രയും ധരിച്ച സ്ഥിതിക്ക് ഇനി ഡയറി. അല്ല, ഗുരു. ആ ഗുരു. പക്ഷെ ഇപ്പൊ കൊറേ ഉത്തരം പറഞ്ഞിട്ടോ. അപ്പൊ നിങ്ങള് നിങ്ങൾ ഡയറി ചൂസ് ചെയ്യണം കേട്ടോ. ഡയറാണ് കേട്ടോ, പറയട്ടെ. ഡയറി സിമ്പിൾ ഡയറാ. ഇൻസ്റ്റാഗ്രാമിന്റെ ചാറ്റോ വാട്സാപ്പിന്റെ ചാറ്റോ എന്തായാലും ആയിരിക്കും. അങ്ങനൊന്നല്ല. ഞാനിപ്പോ നമ്മളെ വിളിച്ച് ഇഷ്ടം എന്ന് പറയാനായിരിക്കും. അല്ല, നേരെ അച്ഛനെ വിളിക്കുക. അച്ഛനെ വിളിച്ചിട്ട് 2 പെഗ്ഗിന് ക്യാഷ് അയച്ചിട്ട് നോക്കി. എന്റെ അച്ഛൻ ഡയറി ജ്യൂസ് പറഞ്ഞില്ലേ, എന്നിട്ട് നേരെ എന്റെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എനിക്ക് 2 പെഗ് അടിക്കാം. എന്നാലും വെറുതെ വിളിച്ച് ചോദിക്കുക, അച്ഛാ എനിക്ക് 2 പെഗ് അടിക്കാൻ ഡയറി ജ്യൂസ് ചെയ്തല്ലേ. അന്ന് വേറെ ആരെങ്കിലും വിളിക്കും. എന്നാ മേഘയെ വിളിച്ച് ചോദിക്കും, മേഘ എനിക്ക് പെഗ് അടിക്കാൻ 2 പെഗ്. അങ്ങനെ തന്നെ പറയണം. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്, എന്റെ പൈസ ഒക്കെ പോയി, ആരോ ഹാക്ക് ചെയ്ത് പൈസ ഒക്കെ എടുത്തു. സ്പീക്കറിൽ ഇടണം കേട്ടോ, സ്പീക്കറിലിട്ട് പറയണേ. മേഘ പറയണ വിശ്വസിക്കില്ല. വേറെ എന്തെങ്കിലും പറ. അക്കൗണ്ട് സെർവർ ഡൗൺ എന്ന് പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വസിക്കില്ല. ദൈവം നമ്മളോട് അയച്ചെന്നാൽ എവിടാ? എടീ 2 പെഗ് അടിക്കാൻ പോവാണ് ഞാൻ. പൈസ അയച്ചോ? എന്റെ സെർവർ ഡൗൺ. ആ ഇല്ല, ഇവിടെ നിക്കണോ അങ്ങ് വരണോ? എന്ത് വേണം? ആ ഓക്കെ. അപ്പൊ പൈസ അയച്ചേക്കെ. ഇല്ല, ബിജയെ കൊണ്ട് ഒട്ടിക്കാം. 1000. ആ ആ 1000 മതിയടി. വിജയൊന്നും അടിക്കുന്നില്ല. ആരാ അവൻ? അവൻ പാവം, അടിക്കുന്നില്ലല്ലോ കൊച്ചിറക്കെ. ഓക്കെ, അപ്പൊ അയച്ചിട്ട്. ആ ഓക്കെ. 1000. വൈബ് വൈഫാ. എന്തിലേ വൈഫ് പെഗ്ഗടിക്കാൻ 1000 രൂപ മതിയോ? അതില് എന്താ 1000 രൂപ മതിയോ? എന്താ അല്ല, നമ്മളങ്ങനെ അടിക്കാറില്ല. ഞാനങ്ങനെ ആവണിരുന്നു. അല്ല, ഒക്കേഷനിൽ കഴിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? അങ്ങനെയല്ല. അവൻ കണ്ടോ, ഇത് മേഘയ്ക്ക് ഒരു ഡൗട്ട് ഉണ്ട്, നിന്നെ കേടുവരുത്തോന്ന്, ബിജോയ്ക്ക് കൊടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് അല്ലെങ്കിൽ തലയ്ക്ക് വെളിവില്ല. ഞാൻ കുടിക്കൂലെന്ന് അറിയാം മേഘ ചേച്ചി. മേഘ ചേച്ചി പറഞ്ഞു കേട്ടോ, നീ ബിജോയ്ക്ക് തലയ്ക്ക് വെളിവില്ല. കുഴപ്പമില്ല, ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലാണ്. ഞാൻ എന്തിനാണോ പറയട്ടെ. തീന്നല്ല പ്രശ്നം. ഇനി മോർ പറയേ. ഒത്തില്ല. ഇനി ആരാ വിളിക്കുന്നത്? ഇനി ആര് വിളിക്കണ? അങ്ങനെ എല്ലാവർക്കും ഓരോ ഡയറി ആയിരുന്നു. ഇതുപോലെ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും പറയാൻ നീ വിളിച്ചു ചോദിക്കും. നിന്റെ അച്ഛൻ്റെ അടുത്ത് വിളിച്ചിട്ട് അച്ഛൻ എനിക്ക് പെഗ്ഗടിക്കാൻ പൈസ എന്ത് വിളിക്കും? വേറെന്തെങ്കിലും പറയാ. എന്നാ അമ്മയെ വിളിച്ചിട്ട് ഐ ലവ് യു പറ. പിന്നെന്ത് പറയാ? അമ്മ എടുക്കൂ, അമ്മ എടുക്കുമ്പോ ചീത്തയെ വിളിക്കുള്ളൂ. ലൗഡ് സ്പീക്കർ ഇടണം കേട്ടോ, സ്നേഹത്തോടെ സംസാരിക്കണം. അമ്മേ എടുക്കൂല, ചിലപ്പോ എടുക്കൂല. എടുക്കൂല. നടക്കാൻ പോയി കാണും. നടക്കാൻ പോയി. ശരിയാണ്. അങ്ങനെ ഒന്നുകൂടെ വിളിക്കാം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാം. ഇവന്റെ അച്ഛൻ വിളിക്കുന്ന വൈബ്.
വിളിച്ച് പറ അച്ഛൻ എനിക്ക് ജീവിതം പഠിച്ചു 2 പെഗ് അടിക്കണം പൈസ തരാൻ പറ. പിന്നെ അച്ഛൻ താഴെ വീട്ടിൽ ചെല്ലുമ്പോ ചൂക്കല്ലോളൊക്കെ തരും. എന്നാ അച്ഛനെ വിളി. വല്യമ്മ വിളിച്ചിട്ട് അമ്മേരെ ഫോൺ കൊടുക്കാൻ പറയാം. ലൗഡ് സ്പീക്കർ ഇട്ട് പറഞ്ഞോ. അത് വേണ്ട. വല്യമ്മ എന്താ പറയാന്നറിയില്ല. വല്യമ്മ അമ്മയുടെ ഫോൺ കൊടുത്തേ. അമ്മ ഹലോ, ഐ ലവ് യു. എന്തൊരമ്മ. ഹലോ ഐ ലവ് യു. ഓക്കെ ശരി. പറഞ്ഞില്ലേ നല്ല മതിപ്പ്. അമ്മയ്ക്ക് ഇതുപോലെ ധൈര്യം ഉണ്ടോ നിനക്ക് നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പറയാം? എന്തിരുന്ന് അച്ഛോ ഐ ലവ് യു. അതിന്റെ അർത്ഥം അറിഞ്ഞോണ്ടായിരിക്കും. അച്ഛനെ വിളിച്ചിട്ട് പറയണം അച്ഛൻ എനിക്ക് അച്ഛനെ ഭയങ്കരമായിട്ട് അവന്റെ അടുത്ത് ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിച്ച് പറയാൻ പറ. അതായിരിക്കും കൊള്ളാം. അനിയത്തെ വിളിക്കാം. ആ ബിൻസി ചേച്ചിനെ വിളിച്ച് പറ. എന്തിരുന്ന് പറ. ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം. അവൻ നിന്നെ ഇതാക്കുന്നല്ലേ. പറയും വിളിച്ചെന്താ പറയാ? ചാലഞ്ച് ചെയ്യണ്. ബിൻസി ഐ ലവ് യു ഡി എന്ന് പറ. നിങ്ങൾ ഒരുമിച്ച് വന്നേക്കാണെന്നുള്ളത് അറിയോ? ഒരുമിച്ച് വന്നേക്കാണ് അറിയോ? ഇനിയിപ്പോ നീ അങ്ങനെ വിളിച്ച് മേഘയുടെ അടുത്ത് വിളിച്ച് പറയണ ഇപ്പൊ വേറെ അവിഹിതത്തിന് പോയി മേഘ വിശ്വസിക്കോ? ഇല്ല. ട്രൈ ചെയ്ത് നോക്കിയാലോ. നീ പറയാ അവനെ വിളിച്ചിട്ട് പറയാ സച്ചു ഞങ്ങളുടെ കൂടെ വന്നില്ല, സച്ചു എങ്ങടോ ആരെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോ അടിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ ചിലപ്പോ വിശ്വസിച്ചാലോ? വേണ്ടല്ലേ, എവിടെയും കലഹയില്ല. ഇന്റർവ്യൂ എടുക്കാൻ വന്നാണോ അതോ നീ മറ്റേ കഥയിലെ ജീവിതമാക്കാൻ വേണ്ടി? ഓക്കെ, ഇനി നമുക്ക് വീണ്ടും നമ്മളുടെ ബാക്ക് ടു ലൈഫിലോട്ട് പോവാം. ഓക്കെ, അതായത് ഇപ്പോ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ആർക്കാ? ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആർക്കാ? പുറത്തൊക്കെ പോകുമ്പോ കൂടുതൽ സെൽഫി എടുക്കാറുടെ കൂടെയാ? ചിലപ്പോ നമ്മളെല്ലാരും ഒരുമിച്ച് ചിലപ്പോ ഒരുമിച്ച് കാണാം, അല്ലെങ്കിൽ എല്ലാരും ചോദിക്കും എവിടെ അവരൊക്കെ എന്നൊക്കെ ചോദിക്കും. മേഘയുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ടോ? മഴക്കടായിരിക്കാൻ സജ്ജൻ എന്താ മനുഷ്യനല്ലേ? ഏറ്റവും കൂടുതൽ മേഘയുടെ ചൂടായത് എന്തിനാ? എന്തെങ്കിലൊക്കെ പറയുമ്പോ എന്തെങ്കിലും സ്പോട്ടിൽ അടി ഉണ്ടാവും. ഇങ്ങനെ കാരണങ്ങളൊന്നുമില്ല, ചിലപ്പോ എന്തെങ്കിലൊക്കെ വരും, ഇങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് പോകുന്നത് എങ്ങോട്ടൊക്കെ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഡയർ നിർത്തി കഴിഞ്ഞാൽ സുഖമായിരിക്കും. ഡയർ നിർത്തി, ഇനി ഡയർ വേണ്ട, ഇനി അടുത്ത ചീത്ത. ഇത് കുടുംബകലഹം. ഓക്കെ, അതായത് നിങ്ങൾ ഇങ്ങനെ പല വീഡിയോസും ചെയ്യാറില്ലേ, ലൈക്ക് മാക്സി ഒക്കെ ഇട്ടിട്ടും ഷാളൊക്കെ ഇട്ടിട്ടൊക്കെ. ശരിക്കും മാക്സി ഷാളൊക്കെ ആരതാ? രണ്ടെണ്ണം നമ്മളവിടെ വീടിന്റെ അവിടെ ചേട്ടനുണ്ട്, രാഹുൽ എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്റെ വൈഫിൻ്റെത് എനിക്ക് കറക്റ്റ് ആവുള്ളൂ. പിന്നെ സച്ചാൻ്റെ ആണെങ്കിൽ മേഘ ചേച്ചിയുടേത്, സച്ചാന്റെ അമ്മേരത്, ഇവനാണെങ്കിൽ പിന്നെ ആരതും കറക്റ്റ് ആവില്ല. നമ്മള് മാക്സി അവർ തരുമോ നിനക്ക് ഷൂട്ടിന് വേണ്ടിട്ട്? അവര് വേറെ വാങ്ങിക്കൂടെ? നിങ്ങൾക്ക് വാങ്ങൂല? നിങ്ങൾ ഷൂട്ടിന് വേണ്ടി വാങ്ങിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇനി ഇത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്? ചേച്ചി വാങ്ങിച്ചിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു. എന്റെ പുതിയ മാക്സി അത് ഫേമസ് ആയിക്കോട്ടെ. അത് മാക്സി അല്ല, അത് ടോപ്പ്. അത് ചുരിദാറിന്റെ ടോപ്പ്. ചുരിദാറിന്റെ നമ്മൾ എന്തുമാത്രം ഓടിച്ചത്. റിച്ച് ആയി കയറിക്കൊണ്ടിരിക്കുന്ന ടോപ്പ്. ഏത് ടോപ്പ്? ടോപ്പ് അല്ലേ? ഓക്കെ, അതിനൊക്കെ വരും കമന്റ്, ടോപ്പ് കൊള്ളാം ആൾക്കാർ കമന്റ് ചോദിച്ചിട്ടുണ്ട്. എന്റെ അമ്മേരെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് നല്ല ടൈറ്റ് ആയിരുന്നു. അപ്പൊ എന്റെ അമ്മ വന്നു കണ്ട എന്റെ ടോപ്പിന് നല്ല ഒരുപാട് കമന്റ് ഉണ്ടെന്ന് എന്റെ അമ്മ വന്നിട്ട് പറയുന്നത്. ടോപ്പിന് പൈസ വന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അങ്ങനെ? അല്ലാണ്ട് വന്നിട്ട് നിങ്ങളോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടോ മീൻസ് ആ ഡ്രസ്സൊക്കെ എവിടെ നിന്ന് എടുക്കുന്നത്? ഇപ്പൊ മേഘയുടെ ആണെങ്കിലൊക്കെ മേഘയ്ക്ക് അല്ലാതെ അവള് വീഡിയോ ഇടുമ്പോഴത്തേക്ക് കമന്റ് റിപ്ലൈ കൊടുക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ മൂവിയിൽ അഭിനയിച്ചു, സച്ചു ആണെങ്കിലും മൂവിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടോ? മൂവിന്നൊക്കെ ചാൻസ് ഒക്കെ ചോദിച്ചു തന്നിട്ടോ എന്തെങ്കിലും? അല്ലെങ്കിൽ ലൈഫിൽ എവിടെന്നെങ്കിലും അവഗണന കിട്ടിയിട്ടുണ്ടോ? ഇൻസൾട്ട് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു ഇൻസൾട്ടും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഓർത്ത് വെക്കാൻ കണക്കിനുള്ള ഇൻസൾട്ട് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ചേട്ടൻ്റെ കൂടെ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അപ്പം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമുക്കതൊക്കെ വലിയ മേഖലയാണ്. ഞാൻ സമയം ഗവൺമെൻറ് ജോലി അങ്ങനെ. അപ്പോൾ ഒരു ചേട്ടന് ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പോയപ്പോൾ അങ്ങേര് എന്നെയും കൂടി തള്ളി വിട്ടതിൽ. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം മറ്റേ ഒരു സീരിയൽ ആക്ട്രസ്സാണ് അവിടെ ഇരുന്നത്. അവരെന്നെ കളിയാക്കി റെഡിയാക്കി വിട്ടു. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോയാൽ മതി എന്നായി. അങ്ങനെ വലിയ സംഭവം കിട്ടിയിട്ട് ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഒരു ഇതൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല. ഓക്കെ, ഈ ആക്ടിങ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും വേറെ എവിടെ എത്തുമായിരുന്നു?
ഞാൻ +2 കഴിഞ്ഞ അടുത്തതിന് കോഴ്സ് പഠിക്കാൻ പോയല്ല അതെന്ത് ഫീൽഡോട്ട് തന്നെ പോയി. പോവായിരുന്നു അല്ലേ, ഡോക്ടർ തന്നെ ആവുമായിരുന്നു അല്ലേ? ഓക്കെ. കൂട്ടത്തിൽ ഏറ്റവും കോഴി ആരാ? ഓ സച്ചേട്ട ആരെ ചൂണ്ടി കാണിച്ചേ? ഓ പിന്നെന്ത്, ആണുങ്ങളാകുമ്പോ കോഴിത്തനം കാണിക്കും. ഉടായ്പ ആരാ? ഏറ്റവും ഉടായ്പ അതാരോ ബാപ്പ്. സെൽഫിഷ് ആരാ? അങ്ങനെ ആരുമില്ല നമ്മളെ കൂട്ടത്തിന്. സെൽഫിഷ് ആയിട്ടൊന്നുമില്ല. ചിക്കൻ മന്തി പറയുമ്പോ ബ്രസ്റ്റ് പീസ് എടുക്കാൻ വേണ്ടി ചിലപ്പോ സെൽഫിഷ്. എടുത്തെടുക്കും ആണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ നല്ല വീഡിയോസ് ഇട്ടു എന്ന് പറഞ്ഞാലും നമ്മുടെ പോസ്റ്റിനകത്ത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരും. ഇപ്പൊ മേഘ പ്രഗ്നന്റ് ആണല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായത് പല നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് മേഘ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? മേഘ അത് അല്ല, നമുക്ക് ഇപ്പം തന്നെ മേഘയുടെ ഇപ്പൊ ഡാൻസ് കളിക്കുന്ന വീഡിയോയുടെ കുറെ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വേറെ പേജുകാർ അതിൽ ഒരുമാതിരി വൃത്തിയോടൊക്കെ എഴുതി അങ്ങനെയൊക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മളത് ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് ഓരോരുത്തർ സ്ക്രീൻഷോട്ട് എടുത്തേട്ടാ ഇങ്ങനെയൊക്കെ ഇടുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ടെന്ന് പറയും. അപ്പം അത് നമുക്ക് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോയാൽ അത് പോയിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു പീക്ക് ലെവൽ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയമാണെങ്കിൽ അത് ഇടുന്നവനെല്ലാം നല്ലൊരു പണി ഞാൻ കൊടുക്കും. പിന്നെ കേസിൻ്റെ കാര്യം പിന്നെ ഞാൻ പിന്നെ അതൊന്നും വലിയ കാര്യമാക്കില്ല, അമ്മ എഴുതിയിരുന്നത് ഇടട്ടെ എന്നുള്ള. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇങ്ങനെ ഒരു ആര് ജോബിൻ അങ്ങനെ എന്തോ ഒരു പേരുള്ള അവൻ്റെ പ്രൊഫൈലിൽ 2 കൊച്ചു പിള്ളേരെ ഫോട്ടോയാണ് കിടക്കുന്നത്. അപ്പോൾ അവൻ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞ ശേഷം ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് നിങ്ങൾക്കുണ്ടാകുന്ന കൊച്ച് വികലാംഗയായി പോവും, കുട്ടി മരിച്ചു പോവും എന്നങ്ങനെ 2-3 ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഒരു വല്ലാത്ത, കാരണം സാധാ കാണുന്ന ഒരു നെഗറ്റീവ് കമൻറ്റിനുള്ള എനിക്ക് അതല്ല എനിക്കുണ്ടായിരുന്നു. ഈ മനസ്സിൽ ഒരു പെട്ടെന്നൊരു തീക്കനൽ ഇങ്ങനെ ഒരു കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ അയ്യോ എന്ത് ഇങ്ങനെ കമൻറ്റ് ഇടുക. കാരണം ഒരു ഭൂമിയിൽ ജനിക്കാത്ത ഒരു കൊച്ചാണ്, ആ ഒരു ഇതിൻ്റെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ ഇടുന്ന ആളൊരു ഫേക്ക് ആണെങ്കിൽ പോലും അവനൊരു റിയൽ ഫേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സൊസൈറ്റിയിലാണ് അവനും ഇറങ്ങി നടക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഈ ഒരു സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തേക്കൊരു കമൻറ്റ് കാണുമ്പോൾ നമുക്ക്, അപ്പോൾ അവൻ്റെ ഉദ്ദേശം അതായിരിക്കും, നമ്മൾ മാനസികമായിട്ടൊരു മെൻ്റലി. അപ്പോൾ അത് മേഘ കാണുമ്പോഴേ നല്ല ഡൗൺ ആവും. അത് അവൻ വിചാരിച്ച പോലെ കാര്യം നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും ഒരു കമൻറ്റ് ഇടല്ലേ, നമ്മളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഇത് ഭൂമിയിൽ ജനിക്കാത്തൊരു കൊച്ചിനെ പറ്റി ഇങ്ങനെ മരിച്ചു അങ്ങനെയൊക്കെ ഇടുമ്പം അതൊരു ഭയങ്കരമായിട്ട് വിഷമം എനിക്ക് തോന്നി. അല്ലാത്ത കമൻറ്റൊക്കെ ഞാൻ വലിയായിട്ട് വിട്ടു. പിന്നെ അവളെ പറഞ്ഞത് ഓക്കെ ഒക്കെ അല്ല, വേറെ ആണല്ലേ. ഞാൻ അടുത്ത് ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരക്ടർ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആരെ ക്യാരക്ടർ എടുക്കും? ഞാൻ ആരോമല്ല എടുക്കും. ഞാൻ സച്ചാണ്ട് എടുക്കും. നിങ്ങളൊക്കെയോ? എനിക്കങ്ങനെ ക്യാരക്ടർ സ്വിച്ച് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. ഞാനായിട്ട് തന്നെ ഇരുന്നോളാം. അതേട്ടാ എന്നെ പറ്റി എടുക്കണമെന്ന് വിചാരിച്ച നിനക്കാകുമ്പോൾ ഭാഗ്യങ്ങൾ വന്ന് കോരയല്ലടാ, ഒരു പണിയും ചെയ്യണ്ടല്ലോ. നമ്മൾ കയറി പോവല്ലോ. ആണല്ലേ. ഇപ്പൊ നിങ്ങളുടെ ലൈഫ്, അതായത് നിങ്ങളുടെ ഒരു ടീമിന്റെ ലൈഫ് ഒരു മൂവി ആക്കുകയാണെന്ന് വിചാരിക്കുക, ശരിക്കും ആരായിരിക്കും ഹീറോ, ഹീറോയിൻ, വില്ലനൊക്കെ? അതുപോലെ നിങ്ങൾ എടുക്കുന്ന ക്യാരക്ടർ ആയിരിക്കും? വില്ലനായിട്ടാണെങ്കിൽ നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു മാമുണ്ട്, ഒരു കള വേണ്ട, അങ്ങനെ ഇരിക്കും വില്ലൻ. പിന്നെ ഹീറോ നമ്മളെല്ലാരും ഹീറോസ്, മെയിൻ ഹീറോ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നു. നായികയോ ഈക്വൽ ആയിരിക്കും നായികമാരും? നായികമാരെ നമുക്ക് 4 പേർക്കാണെങ്കിൽ 4 പേർക്കും അങ്ങ് എഴുതി ചേർക്കും. കഥയില്ല, നമുക്ക് എഴുതി ചേർക്കാമല്ലോ. ഓക്കെ. അതായത് മെഡിക്കൽ കോളേജിലല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലുണ്ടായത് ഏറ്റവും എക്സാം ഹോളിലൊക്കെ ഇതിലൊരു ഫണ്ണിയസ്റ്റ് ആയിട്ടൊരു മൊമെന്റ് ഓർമ്മ ഉണ്ടോ? ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് അല്ല, മറ്റേ ഈ പോസ്റ്റ്മോർട്ടം ഇതിന് നമ്മളെ കാണിക്കുമല്ലോ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. അത് കാണിക്കുന്ന സമയത്ത് ഫണ്ണിയല്ല, ഈ പെൺകുട്ടികൾക്ക് കൂടുതൽ പെൺകുട്ടികൾക്കും കയറാൻ ഹിന്ദിക്കാർക്ക് പ്രശ്നമല്ല, കേട്ടോ. മലയാളത്തിലുള്ള നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ടൈം ഇത് കാണുമ്പോഴത്തേക്കും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡസ്റ്റൈൻ കട്ടായി കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും, നിൽക്കാൻ പറ്റില്ല അടുത്ത്. അപ്പോൾ ഇവർ കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ കയറുന്നത് കാണിക്കുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ കട്ടായി പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. സ്മെല്ല് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ എങ്ങനെയാണ് ഇവർ അകത്ത് കയറി കഴിഞ്ഞിട്ട് ഇവർക്ക് ഇറങ്ങി ഉള്ളിലോട്ട് ഇറങ്ങി വൊമിറ്റിങ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് എടുത്തിട്ട്. ഫണ്ണി മൊമെൻ്റ് ഒന്നും. ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെ സീക്രട്ടും അറിയോ? എല്ലാതും അറിയോ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, നിനക്കിപ്പോൾ സച്ചുവിൻ്റെ എന്താ പറയുക, നീ ഇൻവിസിബിളായി, അപ്പോൾ നിനക്ക് എന്തൊക്കെ സച്ചുവിൻ്റെ എന്തൊക്കെ കാണാൻ അല്ലെങ്കിൽ എന്തൊക്കെ ചെക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരിക്കും? അങ്ങനെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തിനു വെറുതെ അങ്ങേരെ കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്യണത്?
മെച്ചുവേർഡ് പയ്യനാണ്. ചെക്ക് ചെയ്യാനും ആഗ്രഹമില്ല അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു, ശരിക്കും നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താ കല്യാണത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ലൈഫിനെ കുറിച്ചിട്ട്? നിങ്ങൾ രണ്ടുപേരും പെണ്ണ് കെട്ടരുതെന്ന്, എന്ത് കേട്ട് പഠിക്കരുത്. നരകിക്കരുതെന്ന്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും പ്രായമായി, അപ്പൊ ഇതിൽ ഇത്രയും പ്രായത്തിലിടയ്ക്ക് നിങ്ങളെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു ലെസൺ എന്താണ്? ഫ്രണ്ട്ഷിപ്പ് എന്നായിക്കോട്ടെ, എന്തെന്നും ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചൊരു ലെസൺ എന്താണ്? നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ എന്ന് ശ്രമിക്കുക. പറയുമ്പോഴത്തേക്കും ഒന്ന്, നമ്മളിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും നമ്മൾ ഇടുന്നൊരു എഫേർട്ട് സത്യമുള്ളതാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നമ്മൾ കഷ്ടപ്പെട്ട് അതിനുള്ളൊരു ഫലം കിട്ടും. അത് ഒരു കുറച്ച് ഭാഗ്യവും ബാക്കി നമ്മുടെ കഴിവും തന്നെയാണ് എപ്പോഴും, നമ്മുടെ എഫേർട്ട് തന്നെയാണ് എപ്പോഴും മെയിൻ. അതൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെന്താണ്? പിന്നെ ആരെയും നമ്മളെടുത്ത് അങ്ങ് കൂടുതൽ തലയെ വയ്ക്കാൻ പാടില്ല. വിശ്വസിക്കാൻ ഭയങ്കരമായിട്ട് എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓ, എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഞാൻ ഇന്ന് കണ്ടിരുന്നാലും കട്ട കമ്പനിയാണ്. പക്ഷെ എനിക്ക് ഇവന്മാരെല്ലാം പറയും, ഡേയ് അങ്ങനെ അടുത്ത് തലയെ വയ്ക്കില്ല ആരെയും. പക്ഷെ എനിക്ക് പണി കിട്ടും. അങ്ങനെ അങ്ങനെ പണി കിട്ടിയതായിരിക്കും ഒരെണ്ണം. ഒഴിയാ അന്നേ പറഞ്ഞിരുന്നു വേണ്ട. നമ്മളെ ടീമിന് നഷ്ടമാണെന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, അതായത് കുറെ വീഡിയോസിൽ കാണുമ്പോൾ പ്രാങ്ക് ഒക്കെ ചെയ്യുന്നില്ലേ? എത്രമാത്രം എഫേർട്ട് എടുക്കുന്നില്ലേ പ്രാങ്ക് വീഡിയോസിലൊക്കെ? പ്രാങ്ക് വീഡിയോക്ക് നല്ല എഫേർട്ട് എടുക്കും. കാരണം ഇത് അറിയാതിരിക്കണമെങ്കിൽ ടഫാണല്ലോ. കാരണം അതിനു മുമ്പ് അത് മാനേജ് ചെയ്യണം. അവിടെ എതിറി പോയി സംസാരിക്കണം. ഇന്ന കണക്കാണ് നമ്മൾ കോണ്ടന്റ് അവരെ ഓക്കെ ആക്കണം. അത് അവരെ മാർക്കറ്റിംഗ് ടീം വേണം. അപ്പോൾ അവരുടെ അടുത്ത് പിന്നെ നമ്മളെ ക്യാമറ ഒളിപ്പിച്ച് വെക്കണം. അവിടെ എന്തെങ്കിലും ഒരു ഈവന്റ്, അന്ന് അവിടെ എന്തെങ്കിലും ഒരു എയ്തറിന്റെ ഈവന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. അങ്ങനെയാണ് അല്ല, പിന്നെ അത് ഇത്തിരി ബുദ്ധിയുള്ള കാര്യത്തിൽ, ബുദ്ധി ഇല്ലാത്ത കാര്യത്തിലാണ് ഈ ക്യാമറ ഫ്രണ്ട് വെച്ച് ചെയ്തത്. നമ്മൾ ക്യാമറ ഫ്രണ്ട് വെച്ചിട്ടാണ് കൊടുത്തത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ഏറ്റവും ഞാൻ ചിരിച്ചത് ഇവന്റ് കൊടുത്ത പ്രാങ്കാണ്. ഇനി വല്ല പ്രാങ്ക് വീഡിയോ പ്ലാനിലുണ്ടോ? ഇല്ല, ഇനി അങ്ങോട്ടില്ല. ആകെ പ്രാങ്ക് ചെയ്യാൻ പറ്റാത്തത് എന്നെ മാത്രം. കൊടുക്ക അങ്ങോട്ടൊരു പ്രാങ്ക്. ഞാൻ കേട്ടോ ഈ സച്ചു കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറ ഒക്കെ വാങ്ങിയ ശരിക്കുള്ളതാ? സ്വന്തമായിട്ട് വാങ്ങി? അത് മേടിച്ചു, ആ ക്യാമറ മേടിച്ചു. അങ്ങനെ ആഗ്രഹമുണ്ടോ സച്ചു വാങ്ങിയ പോലെ ആ ഒരു ക്യാമറ എനിക്കും വാങ്ങണമെന്ന്? ഇല്ലില്ല. കാരണം നമ്മൾ ക്യാമറ മേടിച്ചത് ഞാൻ ക്രൂവിന് വേണ്ടിയിട്ട് തന്നെയാണ്. ക്യാമറ ഇപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് അതുകൊണ്ടുള്ള യൂസ് വേണ്ടേ. ഇപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇപ്പം നമ്മുടെ ഇതിലുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യും. ഇപ്പൊ നിങ്ങളുടെയൊക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ പാരന്റ്സ് പറഞ്ഞാൽ ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തായിരിക്കും എന്തോ നമ്മളെ വീഡിയോ റീല് കണ്ടിട്ട്? ഫസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ഫസ്റ്റത്തെ ഒരു വീഡിയോ വൈറലായി, ആദ്യത്തെ വീഡിയോ വൈറലായി, അത് കണ്ടിട്ട് എന്താ പറഞ്ഞേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. വേറെ വല്ല പണിക്കും പോണം അങ്ങനെ പറഞ്ഞു? ഇല്ല, നമ്മുടെ ഒന്നാമത്തെ കാര്യം നമ്മുടെ വീട്ടുകാരൊക്കെ അത്രയും കഷ്ടപ്പെട്ടിട്ട് നടക്കുന്നവരായതുകൊണ്ട് ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ എന്തുമാത്രം പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ഇതുകൊണ്ട് അവർ ജീവിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ അവർ ഭയങ്കര ഡൗട്ടാണ്. നമ്മളത് ഇങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്താലേ അവർക്ക് അറിയാവൂ. അതുകൊണ്ട് നമ്മളൊരു പകുതി വരെ നല്ല നമ്മുടെ കയ്യിൽ അത്യാവശ്യം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് വരെ, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് വരെ അവരിത് അംഗീകരിക്കാനായിട്ട്, അത് അവരെ കുറ്റം പറയാൻ പറ്റൂല, കാരണം അങ്ങനെയാണ്. മലേഷ്യൻ ട്രിപ്പൊക്കെ പോയില്ലേ? അപ്പോൾ തോന്നിയിട്ടുണ്ടോ ഇയാള് മലേഷ്യൻ ട്രിപ്പ് പോയപ്പോൾ എനിക്കൊരു ഹണിമൂൺ ട്രിപ്പൊക്കെ അങ്ങോട്ട് പോകണമെന്ന്? അങ്ങനെയും തോന്നിയിട്ടില്ല. ഹണിമൂൺ ട്രിപ്പ് പോയോ? ഹണിമൂൺ ട്രിപ്പായിട്ട് പോയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് ഹണിമൂൺ ട്രിപ്പായിട്ടൊന്നും പോയിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മലേഷ്യൻ ട്രിപ്പ്? അടിപൊളി. വേറൊരു രാജ്യം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമയിലെ കാണുമ്പോഴത്തേക്ക് സ്ഥലങ്ങൾ ഭയങ്കര വൃത്തിയായിട്ടും അവരങ്ങനെ ഭയങ്കര നീറ്റായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യക്കാർ കുറേ സാധനങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പോൾ എന്തോ റോഡുകളായിരുന്നാലും അവിടെ ടാക്സ് കുറവാണ്. അവിടുത്തെ റോഡുകൾ ഇറക്കുന്നതും അവിടുത്തെ വികസനമൊക്കെ ഒരുപാട് കണ്ടുപിടിക്കാനുണ്ട്. നമ്മൾ തന്നെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വേറെ രാജ്യത്ത് പോകണം. അപ്പോൾ കണ്ടപ്പോൾ ഇത്രയും അടിപൊളിയായിട്ട് കിടക്കുകയാണല്ലേ, ഈ ഒരു ചെറിയൊരു രാജ്യം പോലും അത്ര അടിപൊളിയായിട്ട് കിടക്കണത് കാണുമ്പോൾ ഭയങ്കര കൊള്ളാം. വേറൊരു യൂണിവേഴ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു സൊസൈറ്റിക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കും? ഞാനിപ്പോൾ ഒരു സൊസൈറ്റിക്ക് എനിക്ക് ഇന്നതാണ് പറയാനുള്ളത് എന്നുള്ളൊരു അഡ്വൈസ്. അല്ല, ആരെയും ദ്രോഹിക്കാതിരിക്കുക, ഏറ്റവും കൂടുതൽ കൊടുക്കുക. നമ്മൾ കാരണം മറ്റൊരാൾക്ക് മാക്സിമം ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുക. ഇപ്പം നിൽക്കുന്ന ഏത് മേഖലയിലാണെങ്കിലും അവരുടേതായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുക. അതിൽ ഒന്നും കാണിക്കില്ല. കാരണം അതിൽ ഹാർഡ് വർക്ക് പറഞ്ഞാൽ നമ്മൾ പിന്നിലോട്ട് പോവുകയുള്ളൂ. മുന്നിലോട്ട് പറഞ്ഞാൽ നമ്മളിപ്പം, കാരണം എൻ്റെ ലൈഫിൽ ഞാൻ PSC ആയിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷേ പിന്നെ ഈ ഒരു മേഖലയിൽ വന്നപ്പോഴും ഇവിടെ ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ നിൽക്കാൻ പറ്റിയത്. അതുപോലെ എല്ലാ കാര്യത്തിനും ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുക. നിനക്ക് എന്തെങ്കിലും ഉണ്ടോ കൊടുക്കാൻ? നീ സ്വീകരിക്കുന്നുണ്ടോ ഇവര് പറഞ്ഞതൊക്കെ?
ഓക്കെ, അവിടെ എന്തും പോകുന്നു. ഇവിടെ എന്തും പോകും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പൊ ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളുടെ സൂപ്പർ ഹീറോസ് ആണ്. ഇപ്പൊ സൂപ്പർ ഹീറോസിന്റെ കുറെ വിശേഷങ്ങളും കുറെ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലെ ഒരുപാട് സൂപ്പർ ഹീറോസിനെയും ഒരുപാട് സെലിബ്രിറ്റീസിനെയും നമ്മളുടെ ഷോയിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ മൈൻഡ്സ്കേപ്പിൽ ദിസ് ഇസ് സൈനിങ് ഓഫ് പ്രശാന്തി. ഓക്കെ, ബൈ ഗൈസ്, ബൈ.